കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. അന്നാണ് അവൾ ആദ്യമായും അവസാനമായും കണ്ടത്. പിന്നെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളുമായി അവളെക്കുറിച്ച് ഓർത്തിട്ട് കൂടിയില്ല. പക്ഷെ ഇന്നലെ അവളെ സ്വപ്നത്തിൽ കണ്ടതും ഇന്ന് വർണ്ണയുടെ ചേച്ചിയാണെന്ന് അറിഞ്ഞതും പാതയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവൻ കൂടുതൽ ആലോചനയ്ക്ക് നിൽക്കാതെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി വേഗം തന്നെ ഓഫീസിൽ പോകാൻ റെഡിയായി. രാവിലെ വെറും വയലിൽ ഐസ്ക്രീം കഴിച്ച് പല അസുഖം ഉണ്ടാക്കി തീർക്കേണ്ട പിള്ളാരെ. അടുക്കളയിലെ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന മൂന്നിനെയും നോക്കി ചെറിയമ്മ ശാസനയോടെ പറഞ്ഞു. വയറിളക്കം ഒഴിച്ച് വേറെ എന്തോ നിനക്ക് കുഴപ്പമില്ല, ഷീലു പറഞ്ഞു. അതെന്താ, വയറിളക്കം നിനക്ക് പേടിയാണോ? വർണ്ണ ചിരിയോടെ ചോദിച്ചു. പേടിയല്ല, പക്ഷെ എനിക്ക് വയറിളക്കാണ് ഡോക്ടറൊന്ന് ഹോസ്പിറ്റലിൽ പോയി പറയേണ്ട അവസ്ഥ. ആലോചിക്കാൻ കൂടെ വയ്യ. ഷീലു ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നിരുന്നു. ചെറിയമ്മേ, ഞാൻ ഇറങ്ങട്ടെ, പിള്ളേരെ ഞാൻ പോവാം, വൈകിട്ട് കാണാം. തോളിൽ സൈഡിൽ ബാഗിട്ട് ദർശൻ അടുക്കളയിലേക്ക് നടന്നു. ചേച്ചി ഫുഡ് കഴിച്ചോ? ഭദ്ര ചോദിച്ചു. കഴിച്ചു മോളെ. എന്നാ ഇത് കൂടി കഴിച്ചിട്ട് പോ. ഭദ്ര സ്പൂൺ ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടി. ദർശനെ പുഞ്ചിരിയോടെ കഴിച്ചു. ശേഷം വാർണയും ഷീലുവും ഓരോ സ്പൂൺ നീട്ടി. ദർശൻ അതും കഴിച്ചു. ഞാൻ ഇറങ്ങാം, ബായ്. അവൾ അത് പറഞ്ഞ് തിരക്കിട്ട് പുറത്തേക്ക് ഓടി. കുളിക്കാതെയാണോ നിങ്ങൾ കഴിക്കുന്നേ? അടുക്കളയിലേക്ക് വന്ന അമ്മ ഷീലുവിനെയും ഭദ്രയെയും നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. അതമ്മ, ഞങ്ങൾ പഠിക്കുമായിരുന്നു, അപ്പം ഏട്ട ഐസ്ക്രീം കൊടുത്തയച്ച കൊണ്ടാ. ഷീലു പേടിയോടെ പറഞ്ഞു. അല്ലെങ്കിൽ ചിലർ തറവാട്ടി കയറി വന്നത് മുതൽ ഇങ്ങനെയാണല്ലോ, അവനവനോ ഇങ്ങനെ, മറ്റുള്ളവരെ കൂടെ വഴി തെറ്റിക്കണോ? അമ്മ വാർണയെ നോക്കി പറഞ്ഞു. മതി വല്യമ്മേ, വാർണയെ വെറുതെ കുറ്റപ്പെടുത്തണ്ട, ഞങ്ങൾ അവളെ കൂടെ വിളിച്ചുകൊണ്ട് വന്നേ. ഞങ്ങൾ കുളിക്കാത്തല്ലേ പ്രശ്നം? ഷീലു വാടി, വാർണ വാ. ഭദ്ര അവരെ വിളിച്ചു. സമയം 8 ഉള്ളൂ, ഈ സമയം കുളി എനിക്ക് അലർജിയാ, നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ. വാർണ പതിയെ ഷീലുവിൻ്റെ കാതിൽ പറഞ്ഞു. ഷീല അവളെ നോക്കി പേടിപ്പിച്ച ശേഷം ഭദ്രയും കൂടി റൂമിലേക്ക് നടന്നു. ഇന്ന് പുട്ടാണ് ചെറിയമ്മേ? പുട്ടുകുറ്റിയിലേക്ക് അരിപ്പൊടി ഇടുന്ന ചെറിയമ്മയോട് അവൾ ചോദിച്ചു. അതെ, എന്തേ, മോൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല, അവളുടെ വീട്ടിലെ അമ്മായി എന്നും പുട്ടാ, അതുണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അതിൻ്റെ പേരിൽ ഞാൻ ആമിച്ചേച്ചി അമ്മായി എന്നും വഴക്കുക. ദത്തൻ പറഞ്ഞക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന കാര്യം ചെറിയമ്മയോട് പറഞ്ഞത് മുതൽ അവർക്ക് വർണ്ണയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. ചെറിയമ്മ എത്ര വരെ പഠിച്ചു? വർണ്ണ കയ്യിലെ സ്പൂണ് കറക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനും ചേച്ചിയെ സ്കൂൾ ടീച്ചറായിരുന്നു. ചെറിയമ്മ പാത്രം കഴുകുന്ന അമ്മയെ നോക്കി പറഞ്ഞു. ഏത് ടീച്ചറായിരുന്നു? പിന്നെന്ത് ജോലിക്ക് പോവാത്തേ? ഞാൻ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, ചേച്ചി കണക്കും. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലൊക്കെ ജോലിക്ക് പോയി. അപ്പോഴേക്കും കുട്ടികളായി, അവരുടെ കാര്യങ്ങളായി, അങ്ങനെ ജോലി നിർത്തി. അപ്പൊ ചെറിയമ്മ ഒരു സംഭവമായിരുന്നല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. വർണ്ണയുടെ ചെറിയമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണല്ലോ. എന്നെ പോലെ തങ്ക കൊടുത്തന്നെ കിട്ടിയത് ചെറിയമ്മയുടെ ഭാഗ്യ. ചെറിയമ്മ അവളുടെ നെറുകയിൽ പുഞ്ചിരിയോടൊന്ന് തലയോടി. ഞാനൊരു സംശയം ചോദിക്കട്ടെ ചെറിയമ്മേ? എന്തേ? അല്ല, ഈ യുക്രൈനില്ലേ, അത് ബംഗാളിലാണോ അതോ തമിഴ്നാട്ടിലാണോ? ചെറിയമ്മ ഒരു കാര്യം അറിഞ്ഞോ? അവിടെ യുദ്ധാണത്ര. ഞാൻ ഇന്നലെ ഭദ്ര പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കേരളത്തിൽ എങ്ങനെ അവരിനി ബോംബ് ഇടുമോ എന്തോ. മുല്ലപ്പെരിയാറിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളും തമിഴ്നാടും തമ്മിൽ ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതല്ലേ? അവൾ ചോദിച്ചത് കേട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അയ്യോ, ഗ്ലാസ് പൊട്ടിപ്പോയല്ലോ. വർണ്ണ കൗണ്ടർ ടോപ്പിൽ നിന്നും ഇറങ്ങി അമ്മയുടെ അരികിലേക്ക് ഇരുന്നു. ഇങ്ങോട്ട് വരല്ലേ കുട്ടി, കാല് കുപ്പിച്ചില് കയറും. അമ്മ ശാസനയോടെ പറഞ്ഞ് കുപ്പിച്ചില് എടുക്കാൻ തുടങ്ങി. നോക്കിയെടുക്കമ്മ, കയ്യിൽ തട്ടും. വർണ്ണ അത് പറഞ്ഞ് വാ അടച്ചില്ല. അമ്മയുടെ കയ്യിൽ ചില്ലി കയറി. ഞാൻ പറഞ്ഞതല്ലേ നോക്കി ചെയ്യണമെന്ന്, ഇപ്പൊ കണ്ടില്ലേ ചോര വന്നത്? വർണ്ണ അമ്മയെ പിടിച്ച് ചെയറിലേക്ക് ഇരുത്തി മുറി ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ചെറിയമ്മ അപ്പോഴേക്കും അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്നു. ഞാനിവിടെ ഉള്ളതുകൊണ്ടൊരു വലിയ അപകടം ഒഴിവായി. ഡാം തുറന്നിട്ട പോലെയല്ലേ ചോര വന്നത്. വയ്യാത്ത അമ്മയെ വെച്ച് ചെറിയമ്മ ആകെ പെട്ടുപോയനെ. എല്ലാം ദൈവത്തിന്റെ കരുണ. കയ്യിൽ ചില്ല് കൊണ്ട് മുറിഞ്ഞതിനാണോ പറഞ്ഞ നീ പറയണേ? അവളുടെ പറച്ചിൽ കേട്ട് ചെറിയമ്മ ചോദിച്ചതും അവളൊന്ന് വിളിച്ചു. കുട്ടി ഇതുവരെ പഠിച്ചു? അമ്മ അവളോട് ചോദിച്ചു. ഞാനിപ്പോൾ PG ചെയ്യാം. എന്നിട്ടാണ് ഇങ്ങനെ? കുറച്ചു മുമ്പ് ചോദിച്ച പോലെയുള്ള സംശയം ഇനിയുണ്ടോ? എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിപ്പോയി. അതുകൊണ്ട് എൻ്റെ സംശയങ്ങൾക്കൊന്നും ആരുടെ കയ്യിൽ ഉത്തരമില്ല. അമ്മ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ സംശയം പറയാം. ഈ മഴവിലിന് ആരാ പെയിൻ്റ് അടിച്ചേ? നരേന്ദ്രമോദിയുടെ അച്ഛൻ്റെ പേരെന്താ? കോഴിക്ക് നിന്നെ ചിറക്. എൻ്റെ കുട്ടി പോയിട്ടേ ഭദ്രയുടെയും ഷീലുവിൻ്റെയും കുളി കഴിഞ്ഞൊന്ന് നോക്കിയേ, ചെറിയമ്മ അവളോട് പറഞ്ഞു.
അപ്പൊ എന്റെ സംശയമൊക്കെ നമുക്ക് പിന്നെ തീർക്കാം. ഇപ്പൊ മോള് ചെല്ല്. അത് പറഞ്ഞ് ചെറിയമ്മ അവളെ റൂമിലേക്ക് അയച്ചു. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല സുധേ, ദേവൻ എങ്ങനെ ഇവിടെ പോലുള്ളൊരു കുട്ടിയെ ഭാര്യയായി കിട്ടിയെന്ന്. അതൊന്നും എനിക്കറിയില്ല ചേച്ചി. പക്ഷേ ദേവന്റെ ജീവനാ പോയത്. അവൻ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്നത് അവളെയാ. അവന്റെ സന്തോഷവും സങ്കടവും ദേഷ്യമെല്ലാം അവളെ ചുറ്റിപ്പറ്റിയ. ഓഫീസിൽ പോയ ഒരു 100 തവണയെങ്കിലും എന്നെ വിളിക്കും അവളുടെ കാര്യം അന്വേഷിക്കാൻ. ചേച്ചി ഇനിയെങ്കിലും ദേഷ്യവും വാശിയും ഒക്കെ ഉപേക്ഷിക്ക്. നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അത് പറഞ്ഞ് ചെറിയമ്മ ജോലി ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞ കാര്യങ്ങൾ ദത്തൻ്റെ അമ്മയുടെ മനസ്സിലൊന്ന് ഉലച്ചു. എങ്കിലും പാർവതിയുടെ നിറഞ്ഞ മിഴികൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. എന്ത് ചെയ്തും ദേവൻ അവൾക്ക് നേടിക്കൊടുക്കുന്നൊരു വാക്ക് മനസ്സിൽ അലയടിച്ചു കൊണ്ടിരുന്നു. വർണ്ണ റൂമിൽ വന്ന് കുളിച്ച് ഒരു റോസ് കളർ മിക്കി മൗസിന്റെ പ്രിന്റുള്ള ഫുൾ സ്ലീവ് ടീഷർട്ടും മുട്ടിന് താഴെയുള്ള ഒരു പാൻറ്റും ഇട്ട് താഴേക്ക് വന്നു. അവളുടെ വേഷം കണ്ട് ഹാളിലിരിക്കുന്ന മുത്തശ്ശി ഒന്ന് തറപ്പിച്ച് നോക്കിയെങ്കിലും അവളത് കാര്യമാക്കാതെ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് നടന്നു. അവിടെ അവളെ കാത്ത് ഭദ്രയും ശീലവും ഇരിക്കുന്നുണ്ടായിരുന്നു. വർണ്ണ കൂടി വന്നതും അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 3 പേരും മുറ്റത്തേക്ക് ഇറങ്ങി. അതെ, ഇത് പഴയ തറവാടല്ലേ, എന്നിട്ട് ഇവിടെ കോളൊന്നുമില്ലേ? വർണ്ണ ചോദിച്ചു. ഇവിടെ ഇല്ല, പക്ഷെ ധ്രുവിയേട്ടന്റെ തറവാടിലുണ്ട്. ആ കുളത്തിന് നിറയെ നീല, വെള്ള, റോസ്, മഞ്ഞ കളർ ആമ്പലുകളുണ്ട്. അടുത്ത ആഴ്ച ലക്ഷ്യയുടെ കല്യാണല്ലേ, അതുകൊണ്ട് അവർ തറവാടിലേക്ക് വരും. അപ്പൊ നമുക്ക് അവിടേക്ക് പോകാം, ഷീലു പറഞ്ഞു. ഉച്ചവരെ അവർ പറമ്പിലും പാടത്തൊക്കെയായി ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഉച്ച കഴിഞ്ഞ് വർണ്ണ വീണ്ടും അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി. വൈകുന്നേരം ദത്തന്റെ കാറിന്റെ ശബ്ദം കേട്ടതും വർണ്ണ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ദത്തൻ അകത്തേക്ക് വരുമ്പോൾ ഹാളിൽ ഭദ്രയും ശീലും നിൽക്കുന്നുണ്ട്. വർണ്ണ സ്റ്റെയർ ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. വർണ്ണ വരുന്നത് കണ്ട് ശീലവും ഭദ്രയും കണ്ണുകൊണ്ട് എന്തോ കാണിച്ച് ദത്തന്റെ അരികിലേക്ക് ഓടി. അത് മനസ്സിലാക്കിയ വർണ്ണ അവിടെ പിന്നാലെ ഓടിയെങ്കിലും വർണ്ണത്തിന് മുമ്പേ ഭദ്രയും ശീലവും ദത്തന്റെ കയ്യിൽ പിടിച്ചിരുന്നു. അത് കണ്ട് വർണ്ണ ചുണ്ടു കുറിപ്പിച്ച് ദത്തന്റെ 2 കൈയിലേക്കും നോക്കി. ശേഷം മേത്തി വലിച്ച് കൈകൾ കൊണ്ട് അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ മേലിൽ തൂങ്ങി. നീ എന്ത് സാധന വർണ്ണ, ഇങ്ങനെയുണ്ട് അസൂയ? കുഞ്ഞെ, എന്റെ കഴുത്തിൽ നിന്ന് ഇറങ്ങടാ, എന്റെ കഴുത്തിൽ പൊടിയും. മക്കളെ, ഏട്ടന്റെ കയ്യിൽ നിന്ന് ഒന്ന് വിട്ടേ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. അവരുടെ ആദ്യം കയ്യിൽ നിന്ന് പിടിവിടാൻ പറ, എന്നാ ഞാൻ നിന്റെ മേലെ നിന്ന് ഇറങ്ങാം. ഇല്ലേട്ടാ, ആദ്യം അവളോട് ഇറങ്ങാൻ പറ, എന്നിട്ട് ഞങ്ങൾ പിടിവിടാം. ഇതെല്ലാം കണ്ടാണ് പിന്നിൽ പാർവതി അകത്തേക്ക് വന്നത്. അതോടെ അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. വർണ്ണ, നിനക്കെന്താ ബോധല്ലേ? ദേവേണ്ടി ഇപ്പൊ കയറി വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് തുടങ്ങിയ ശല്യപ്പെടുത്താൻ. കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിയ വേദനയ്ക്കില്ലേ ദേവേടിന്? അതിനതൊക്കെ ആലോചിക്കാൻ കുറച്ച് ബുദ്ധി വേണം. അതെങ്ങനെയാ? ഇങ്ങനെ കുട്ടിക്കളി കളിച്ച് നടക്കാനല്ലേ സമയമുള്ളൂ. പാർവതി പറയുന്നത് കേട്ടത് ദത്തന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരുന്ന കൈ പതിയെ അവൾ എടുത്തു മാറ്റി അവനിൽ നിന്നും അകന്നു നിന്നു. ഒപ്പം ഷീലുവിന്റെയും ഭദ്രയുടെയും കൈകൾ പേടിയോട് അവരെടുത്തു മാറ്റി. ഇവളോ ഇങ്ങനെയായി? നിങ്ങൾക്കെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഇല്ലേ? നിങ്ങളെപ്പോലെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് ഫോണിൽ നോക്കിയിരിക്കുന്ന ആളല്ല ദേവേട്ടൻ. ഓഫീസിൽ ഒരുപാട് വർക്കുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ക്ഷീണിച്ച് തിരികെ വരുമ്പോൾ ആശ്വസിപ്പിച്ചില്ലെങ്കിലും കുറച്ച് മനസ്സമാധാനെങ്കിലും കൊടുത്തൂടെ? അത് പറഞ്ഞ് പാർവതി മുകളിലേക്ക് നടന്നു. ഭദ്രയും ശീലവും പേടിയോടെ വർണ്ണയെ നോക്കി. നിങ്ങൾ പേടിക്കാതെ, അവൾക്കുള്ളത് ഇപ്പൊ കിട്ടും. വർണ്ണ അവർ 2 പേർക്കും മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞതും ദത്തന്റെ ശബ്ദം അവിടെ ഉയർന്നു. പാർവതി! ദത്തന്റെ വിളി കേട്ട് സ്റ്റെയർ കയറുന്ന പാർവതി തിരിഞ്ഞു നോക്കി. ദത്തൻ നടന്ന അവളുടെ അരികിൽ 2 കൈയും കെട്ടി നിന്നു. പാർവതി മാജിക്കോ അല്ലെങ്കിൽ മെന്റലിസമോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതെന്റെ ദേവേട്ട അങ്ങനെ ചോദിച്ചത്? അവൾ നെറ്റി ചുളിച്ച് ചോദിച്ചു. അല്ല, ഇയാളെന്റെ വേദനകളെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചൊക്കെ ഇത്ര കൃത്യമായി പറയുന്നു. അവൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. അത് ദേവേട്ടൻ, ഞാൻ... സ്റ്റോപ്പ് ഇറ്റ് പാർവതി! നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് വിളിക്കരുതെന്ന്. കോൾ മീ ദേവദത്തൻ, അല്ലെങ്കിൽ ഞാൻ നിന്റെ സാറല്ലേ. അവ അങ്ങനെ വിളിച്ചാലും മതി. ഇനിയും ദേവേട്ട കോവേട്ട എന്ന് വിളിച്ച് പിന്നാലെ വന്നാ ഈ ദത്തന്റെ തനി സ്വഭാവം നീ അറിയും. കുറച്ചു മുമ്പ് നമ്മൾ എവിടെയോ പറഞ്ഞു നിർത്തിയാലോ? എന്റെ അസ്വസ്ഥതകളെ കുറിച്ച്. അതിനെക്കുറിച്ച് നീ അന്വേഷിക്കാൻ നടക്കണ്ട. നിൽക്കുന്ന എൻ്റെ ഭാര്യയും അനിയത്തിമാരും അവരെന്നോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും. അതിൽ അഭിപ്രായം പറയാനോ ഉപദേശം തരാനോ നീ ഇനി വന്നാ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. നീ കുറച്ചു മുമ്പ് നടത്തിയ പെർഫോമൻസിന് നിന്റെ അണപ്പലടിച്ച് ഞാൻ താഴെ ഇടേണ്ടതാ. പക്ഷെ അത് ഞാൻ ചെയ്യാത്തത് എനിക്ക് അത്രത്തോളം നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടാ. കേട്ടോടി പൊന്ന. പാർവതി ഒന്ന് വിതുമ്പിക്കൊണ്ട് ശീലുവിനെയും ഭദ്രയെയും വർണ്ണയെയും നോക്കി. ശേഷം കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. ഞാൻ പോയിന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം. ദത്തനൊരു കൂസലില്ലാതെ പറഞ്ഞ് മുകളിലേക്ക് കയറി. എന്തായാലും അത് നന്നായി. എന്തായിരുന്നു അവരുടെ ഒരു ഡയലോഗ്?
എന്നെ വല്ല കൊമ്പടിച്ച് കൈ കൊടുത്തില്ലേ? ഷീലു ചിരിയോടെ പറഞ്ഞു. ദേവുട്ടിയെ. ദത്തന്റെ വിളി അപ്പോഴേക്കും വന്നിരുന്നു. ദാ വരുന്ന ദത്താ. വർണ്ണ വേഗത്തിൽ അവന് പിന്നാലെ സ്റ്റെയർ ഓടിക്കയറി. എഴുതാനുള്ളതൊക്കെ എഴുതി കഴിഞ്ഞോ അതോ മടി കാണിച്ചിരുന്നോ? ഇല്ല ദത്ത, ഞാൻ മുഴുവൻ എഴുതി കഴിഞ്ഞു. അത് പറഞ്ഞ് വർണ്ണ ദത്തന്റെ പുറത്തേക്ക് ചാടിക്കയറി. പതിയെ പെണ്ണെ. ദത്തൻ അവളെ താങ്ങി പിടിച്ച് മുറിയിലേക്ക് നടന്നു. അവനവളെ ബെഡിലിരുത്തി കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് വന്ന് അവർ താഴേക്ക് ചെന്നു. വർണ്ണ ഭദ്രക്കും ഷീലുവിനും ഒപ്പം ഇരുന്ന് TV കണ്ടു. ദത്തൻ പപ്പയുടെ ഒപ്പം ഓഫീസ് റൂമിലെന്തോ മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. രാത്രിയിലെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് അവർ റൂമിലേക്ക് പോയത്. ദത്തൻ ഹെഡ് ഡ്രസ്സിൽ ചാരി ഇരിക്കുകയാണ്. അവന്റെ മടിയിലായി അവന്റെ നെഞ്ചിലേക്ക് ചാരി വാർണയിരിക്കുന്നുണ്ട്. ദത്താ. ദത്താ. എന്താടി? നമ്മളെന്നാ തിരിച്ചു പോവാ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? നിനക്കിവിടെ മടുത്തോ? ഏയ് ഇല്ല ദത്താ, അടുത്ത മാസം എനിക്ക് ക്ലാസ് തുടങ്ങല്ലേ. ഇനി 10-15 ദിവസമല്ലേ ഉള്ളൂ. നിനക്കിവിടെ ബിസിനസ് തിരക്കാണല്ലോ. അപ്പോ ഞാൻ പഠിപ്പ് നിർത്തിയാലെന്ന് ആലോചിക്കുമായിരുന്നു. PG ഇന്ന് വരും, നാളെ പോകും. പക്ഷെ പപ്പയുടെ ബിസിനസ് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പഠിപ്പ് നിർത്താം. പപ്പയുടെ സന്തോഷം ഇതാക്കിയിട്ട് PG ഒന്നും നമുക്ക് വേണ്ടതെത്താ. അത് ശരിയാ, നമുക്ക് വലുത് പപ്പയുടെ സന്തോഷമല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പെൺകുട്ടികൾ വെറുതെ ഇരിക്കുന്നതേ പപ്പയ്ക്ക് ഇഷ്ടമല്ല. ഒന്നില്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ പഠിക്കുക. നിനക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ജോലിക്ക് പോവേണ്ടി വരും. നിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നിനക്ക് വല്ല വാർക്ക് സൈഡിലായിരിക്കും പണി. സിമെന്റും കല്ലും മണ്ണലൊക്കെ കയറ്റി എൻ്റെ കുട്ടിയുടെ കുഞ്ഞു കഴിഞ്ഞ ചന്തൊക്കെ പോകുന്ന കാര്യം വെച്ചിരിക്കുമ്പോഴാ എനിക്ക് സങ്കടം. സാരല്ല, നമ്മുടെ പപ്പയ്ക്ക് വേണ്ടിയല്ലേ. ദത്തൻ പറയുന്നത് കേട്ട് വർണ്ണയുടെ മുഖാകം മാറി. നീ ശരിക്കും പറഞ്ഞാണോ ദത്ത? നെയ് ഞാനിതിനെ വെറുതെ പറയുന്നേ. ദത്ത, ഞാനിപ്പോഴൊരു കാര്യം ഓർത്തത്. ഞാൻ പെട്ടെന്നൊരു ദിവസം പഠിപ്പ് നിർത്തിയാ അത് മേടിക്കാനൊരു സങ്കടാവും. അത് അവരുടെ പഠിപ്പിനെയും ബാധിക്കും. അവിടെ മാർക്ക് കുറഞ്ഞ് അവിടെ ഭാവി ഞാൻ കാണാൻ ഇല്ലാതാവില്ലേ. അതിന് നിങ്ങളെപ്പോഴാണ് പഠിച്ചിട്ടുള്ളത്? ദത്ത വേണ്ടട്ടോ, എൻ്റെ പിള്ളേരെ അങ്ങനെ അടച്ച് ആക്ഷേപിക്കണ്ട. ഇന്നത്തെ കാലത്ത് സപ്ലി ഇല്ലാത്ത എന്ത് ഡിഗ്രി ലൈഫ്? അതൊക്കെ ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് എഴുതിയെടുത്തിരിക്കണം. ദത്തനൊന്നും കൂടി തറപ്പിച്ച് പറഞ്ഞു. ദത്ത. എന്താടാ? നമ്മൾ പിരിഞ്ഞു നിൽക്കേണ്ടി വരുമോ? ഇല്ലടാ, ഇനിയും 15 ദിവസം ഉണ്ടല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പം എൻ്റെ കുട്ടി കിടന്നുറങ്ങിക്കോ. ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി ഒപ്പം അവനും കിടന്നു. കുഞ്ഞേ, ഞാൻ നാളെ കൂടി ഓഫീസിൽ പോകട്ടോ, ഒരു മീറ്റിംഗ് ഉണ്ട്. നീ ഇന്നും കൂടിയേ പോകുന്നല്ലേ പറഞ്ഞേ? അതെ, പക്ഷെ കുറച്ച് വർക്കുണ്ടടാ. അതാ, നാളെ കൂടി കഴിഞ്ഞാൽ പിന്നെ എന്ന് ഞാനിവിടെ ഉണ്ടാവും. നാളെ പോകണമെന്ന് നിർബന്ധമാണോ? അത്യാവശ്യം ആയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ പിരിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും പോവോ? അവളെ മനസ്സോടൊന്ന് മൂളി ദത്തനെ ചുറ്റിപ്പിടിച്ച് കിടന്നു. ദത്തൻ അവളെയും തന്നെ നെഞ്ചോട് ചേർത്ത് കിടത്തി ദത്തന് ഉറങ്ങി. രാവിലെ ദത്തൻ എഴുന്നേൽക്കുന്നതിനൊപ്പം തന്നെ വർണ്ണയും എണീറ്റു. അവൻ്റെ ഷർട്ട് അയൺ ചെയ്ത് കൊടുത്തതും ഇട്ട് കൊടുത്തതും അവൾ തന്നെയാണ്. 8 മണി കഴിഞ്ഞതും ദത്തൻ ഓഫീസിലേക്ക് ഇറങ്ങി, ഒപ്പം പാർവതിയും. ദത്തനെ പറഞ്ഞയച്ച് വർണ്ണ അകത്തേക്ക് വരുമ്പോൾ ചെറിയമ്മ എങ്ങോട്ടോ പോവാൻ റെഡിയാവുകയാണ്. എൻ്റെ കുട്ടി എഴുന്നേറ്റോ? എന്താ പതിവില്ലാതെ ഈ സമയത്ത്? ചെറിയമ്മ അതിശയത്തിൽ ചോദിച്ചു. ഞാൻ ദത്തനെ പറഞ്ഞേക്കാൻ വേണ്ടി എണീറ്റതാ. ചെറിയമ്മ എവിടേക്കാ? ഞാൻ വീട് വരെ പോവാ. വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരികെ വരാട്ടോ. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ അവിടെ പോയി വരും. എന്നാൽ ഇനി പോകുമ്പോഴേ എന്നെ കൂടെ കൊണ്ടുപോവോ? അതിനെന്താ, കൊണ്ടുപോവാലോ. എന്ന ചെറിയമ്മ ഇറങ്ങട്ടെ. അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചെറിയമ്മ പുറത്തേക്ക് പോയി. വർണ്ണ റൂമിൽ പോയി കിടന്നുവെങ്കിലും അവൾക്ക് ഉറക്കം വരാത്തത് കൊണ്ട് വീണ്ടും താഴേക്ക് വന്നു. ഭദ്രയും ശീലവും കോളേജിൽ പോകാൻ റെഡിയാവുകയാണ്. അവർ പോകുന്നത് വരെ വർണ്ണ അവരുടെ കൂടെ നടന്നു. ശേഷം സമയം മുന്നോട്ട് പോകും തോറും ഓരോരുത്തരായി പോകാൻ തുടങ്ങി. പാത്രയും സീരാഗും ദർശനയും കൂടി പോയതും വർണ്ണക്കാകെ ബോറടിക്കാൻ തുടങ്ങി. മുത്തശ്ശിയും അമ്മയും മാലതിയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളൂ. കുറേ നേരം അവൾ മുത്തശ്ശിയുടെയും അമ്മയുടെയും പിന്നാലെ ചുറ്റിപ്പറ്റി നിന്നു. അമ്മ സ്ഥിരം മൗനവ്രതത്തിനായതിനാൽ വർണ്ണ ചോദിക്കുന്നതിന് മൊത്തം ഒരു തലയാട്ടിലോ മൂളലോ മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയാണെങ്കിൽ വർണ്ണ പറയുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കും. പിന്നെയുള്ളത് മാലതിയാണ്. വർണ്ണക്ക് മാലതിയെയും മാലതിക്ക് വർണ്ണയെയും കണ്ണു നേരെ കണ്ടുകൂടാ. അതുകൊണ്ട് അവർ പരസ്പരം മൈൻഡ് ചെയ്യാറില്ല. ആകെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖമില്ലാത്ത പോലെ. രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വർണ്ണ അതുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. രാവിലെ വന്നതും ഒരു മീറ്റിങ്ങിന് കയറിയതാണ്. 2 മണിയായി മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ
ക്യാബിനിലെത്തി ഫോൺ എടുത്ത് നോക്കുമ്പോൾ 5-6 മിസ് കോൾ. നോക്കിയപ്പോൾ അമ്മയുടെ നമ്പറിൽ നിന്നാണ്. പതിവില്ലാത്ത കോളായതുകൊണ്ട് ദത്തൻ വേഗം തിരിച്ചു വിളിക്കാനായി നിന്നതും വീണ്ടും അമ്മയുടെ കോള് വന്നിരുന്നു. നീ എവിടെയായിരുന്നു ദേവ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഞാൻ ഓഫീസിലെ സ്റ്റാഫുകളുമായി ഒരു മീറ്റിങ്ങിലായിരുന്നു. ഇപ്പോഴാ ക്യാബിനിലെത്തിയത്. അപ്പോഴാ കോള് കണ്ടത്. നീ ഒന്ന് വേഗം വന്നേ. ഈ കുട്ടി ഇതെവിടെ കിടന്ന് കരയ്യ. എന്താ കാര്യം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അമ്മ വേവലാതിയോടെ പറഞ്ഞു. ആ ഫോണിങ് താ ദേവി. മുത്തശ്ശി അമ്മയുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങി. ദേവാ, ഒരു 10 മണി വരെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ. എന്തോ എഴുതാണെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. ഇത്ര നേരമായിട്ട് താഴേക്ക് കാണാതായപ്പോൾ ഞാൻ വന്ന് നോക്കിയതാ. അപ്പോഴാ ഇവിടെ നിന്ന് കരയുന്നു. എന്താ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല. നീ ഒന്ന് വേഗം വന്നേ. എപ്പോൾ തുടങ്ങിയ കരച്ചിലാണോന്നോ? മുത്തശ്ശി പറയുന്നത് കേട്ട് ദത്തൻ ക്യാബിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. അവൻ്റെ പോക്ക് കണ്ട് ഓഫീസിലെ സ്റ്റാഫെല്ലാം പരസ്പരം നോക്കി. വീട്ടിലേക്കുള്ള ഡ്രൈവിങ്ങിൽ ദത്തൻ്റെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു. ചെറിയമ്മന് തറവാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അവളിന്ന് ഒറ്റക്കാവുമെന്ന് അറിഞ്ഞിട്ടും ഓഫീസിലേക്ക് വരാൻ തോന്നിയത് നേരത്തെ അവൻ സ്വയം പഠിച്ചു. വീട്ടിലെത്തിയതും കാറിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടായത് മുറിയിലേക്ക്. മുറിയിൽ അമ്മയും മാലതിയും അമ്മായിയും മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി അവളുടെ അരികിലിരുന്ന് എന്തോ കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടുന്നില്ല. ഹെഡ് ഡ്രസ്സിൽ ചാരിയിരുന്ന് മുഖം മുട്ടിലേക്ക് ചേർത്ത് വെച്ച് കരയുന്ന അവളെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളൊന്ന് പെടുന്നു.